ഒന്നാമത് ഫുള്ള് ഗ്ലാസ് ആയതുകൊണ്ട് ഗ്ലാസ്സിന് ചൂട് പിടിച്ചിട്ട് പൊട്ടിത്തെറിക്കുക. അതുകൊണ്ട് ഫസ്റ്റിലെ ബെൽക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റിയില്ല. ഈ ഗ്ലാസ് പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് ഈ പോലീസുകാർക്ക് പെട്ടെന്ന് കയറാൻ അങ്ങോട്ട് അടക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഇത്ര വൻ അഗ്നിബാധയാണ്. അത് കയറാനുള്ള എൻട്രൻസും ഇല്ല, ഈ സൈഡിലൊന്നും ഒരിട്ട ഡോറില്ല കയറി ചെല്ലാൻ. അതാണ് ഇത്ര രൂക്ഷാൻ കാരണം. പിന്നെ പറയണ്ട ഈ ഗ്ലാസ് ഇങ്ങനെ എല്ലാ ഗ്ലാസ്സും ചൂട് തീ ഇങ്ങനെ പടരും തോറും ഗ്ലാസ്സുകൾ പൊട്ടി തെറിക്കുക. ആ ഗ്ലാസ്സൊക്കെ ഫുള്ള് പൊട്ടിത്തെറിച്ചതാണ്, അല്ലാതെ പോലീസുകാർ പൊട്ടിച്ചല്ല, ഫുള്ള് പൊട്ടിത്തെറിച്ചതാ. അതാണ് അതുകൊണ്ട് പൊട്ടി തെറിക്കുകയാണ്. മറ്റേ ടപ്പൻ ഗ്ലാസ് ആണല്ലോ, അതുകൊണ്ട് പൊടിയായിട്ട് തെറിക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ട് അടക്കാൻ കഴിയാത്ത ബസ്സിലുണ്ടായ പ്രശ്നം അതാണ്. അതാണ് ഇത്ര രൂക്ഷാൻ കാരണം. ഇത് അടക്കാൻ കഴിയില്ല, ഇപ്പോഴും ശരിയാതാണ്. അത് പൾസർ ബോയ്സ് കയറിയിട്ട് സ്റ്റെയർ വെച്ച് കയറി നോക്കി പൊട്ടിക്കാൻ പോകുമ്പോഴത്തേന് തീയ മുന്നോട്ട് വന്നിട്ട് ഓല് പൊട്ടിക്കാൻ നോക്കണ ഗ്ലാസ്സിൻ്റെ തൊട്ടടുത്ത ഗ്ലാസ് പൊട്ടിത്തെറിക്കുക. അതുകൊണ്ട് ഓല് ഇങ്ങോട്ട് ഇറങ്ങിയത്. അടുത്തേക്ക് എന്തായാലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാണ് ഇപ്പോൾ ഇതിനകത്ത് മെയിൻ എൻട്രൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മെയിൻ എൻട്രൻസ് ഉണ്ട്, പിന്നെ അണ്ടർഗ്രൗണ്ടർ കൂടെ ഉണ്ട്. അണ്ടർഗ്രൗണ്ടിലൊക്കെ ഫുള്ള് പുകയായതുകൊണ്ട് ശ്വാസം കിട്ടില്ല, അങ്ങോട്ട് കയറി ചെല്ലേ. നമ്മളൊക്കെ പോയി നോക്കിയിട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോകുന്നതാണ്. അണ്ടർഗ്രൗണ്ടിലൊക്കെ ഫുള്ള് പുകയായിരുന്നു. പിന്നെ എൻട്രൻസിൽ ഒരു ഡോറ് ഈ ഇതിൻ്റെ ചൂടുകൊണ്ട് ലോക്കായിപ്പോയി. ഒരു ഡോറ് തുറന്നിക്കണ്, ഒരു ഡോറ് തുറക്കാൻ കഴിയില്ല. ഒരു ഡോറിൻ്റെ ലോക്ക് പിന്നെ ഈ ചൂടുകൊണ്ട് സ്റ്റക്കായിപ്പോയി. അവിടെ അതിലും കയറാൻ പറ്റില്ല, ഫുള്ള് പുകയായതുകൊണ്ട് ശ്വാസം കിട്ടില്ല. അതാണ് നമുക്ക് കയറാൻ പറ്റാത്ത ഒരവസ്ഥ വരാൻ കാരണം. അതാണ് മൂന്നാം നിലയും പൂർണ്ണമായും കത്തിയില്ലേ? മൂന്നാം നിലയൊക്കെ പൂർണ്ണമായും പോയിക്കുന്നത്. മൂന്നാം നിലയും രണ്ടാം നിലയും പോയിക്കുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ താഴോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. രണ്ടാം നില എന്നാ തുടങ്ങിയത്. രണ്ടാം നില ബാക്ക് സൈഡിൽ നിന്നാണ് തുടങ്ങിയത്, ഈ സൈഡിൽ നിന്നാണ് തുടങ്ങിയത്. ഇതിപ്പോൾ ബാക്ക് ഭാഗമാണ്, അപ്സര തിയേറ്ററിലേക്ക് പോകുന്ന റോഡാണ്, റെയിൽവേയിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ തുടങ്ങിയത്. ഇത് ഇവിടെ ആയതുകൊണ്ട് വലിയൊരു ഭവിഷ്യത്ത് കഴിച്ചിലായതാണ്. ഫ്രണ്ടാണെങ്കിൽ 2 പെട്രോൾ പമ്പ് മുമ്പിൽ 2 പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിലേക്ക് തീ എത്താത്തത് എന്തോ നമ്മളെ കോഴിക്കോടിൻ്റെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ കരുതാം. രതീഷ, നിലവിൽ ഈ തീപിടുത്തം ഉണ്ടായതിൻ്റെ ഭാഗത്തേക്ക് അടുക്കാൻ കഴിയുന്നൊരവസ്ഥയല്ല. ഗ്ലാസുകൾ പൊട്ടിത്തെറിക്കുന്നു എന്നാണ് സ്ഥിതി. തകർന്ന് താഴേക്ക് വീഴുകയാണ്. അപ്പം തെറിച്ച് ഈ ഫയർ ഉദ്യോഗസ്ഥർ നിൽക്കുന്ന സ്ഥലത്തേക്കൊക്കെ ആണെങ്കിലും വീഴുകയാണ്. അതുകൊണ്ട് കൂടുതലായി അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഏതായാലും കൂടുതലായി തീ ആളിപ്പടരുന്ന സ്ഥലത്തേക്ക് വെള്ളം അധികമായി അടിച്ച്, അതായത് 2 യൂണിറ്റ് ഫയർ എഞ്ചിനുകൾ അതിന് തൊട്ടടുത്ത് തന്നെയായി വെച്ച് കൂടുതലായി വെള്ളം അങ്ങോട്ടേക്ക് പമ്പ് ചെയ്ത് ആ ഭാഗത്തെ തീ നിയന്ത്രിക്കാനുള്ളൊരു ശ്രമമാണ് ഏതായാലും നടത്തുന്നത്. രണ്ടാം നിലയിൽ നിന്നാണ് തീ ആദ്യമേ ഉയർന്ന് തുടങ്ങിയത്. അതിനുശേഷം ഏതായാലും 2-3 നിലകൾ പൂർണ്ണമായും കത്തി നശിച്ച കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് തന്നെ നേരിട്ട് കാണാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. താഴ്ഭാഗത്തേക്കും തീ പോയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും തീ നിയന്ത്രണ വിധേയമല്ല എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. തീ നിയന്ത്രണ വിധേയമല്ല, കൂടുതലായി ആളിക്കത്തുക തന്നെയാണ്. ഒരു ഭാഗത്ത് വെള്ളമടിക്കുന്ന സമയത്ത് മറുഭാഗത്തായി കൂടുതലായി ജ്വലിച്ച് കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വസ്ത്രവും ഗ്ലാസും ഫ്ലെക്സും പരസ്യ ബോർഡുകളും ഒക്കെ തന്നെ ഉള്ളത് പൂർണ്ണമായി ഇങ്ങനെ കത്തി കൂടുതൽ മേഖലകളിലേക്ക് പടർന്നു പോവുക കൂടിയാണ്. അപ്പം ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെ കത്തി ഉരുകി താഴ്ഭാഗത്തേക്ക് വീഴുന്നതും പ്രതിസന്ധിയാകുന്നുണ്ട്. ഈ ജയലക്ഷ്മി സിൽസിൻ്റെ കോമ്പൗണ്ട് കഴിഞ്ഞാൽ കൂടുതൽ കെട്ടിടങ്ങളും വീടുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഏതായാലും അങ്ങോട്ടേക്കൊന്നും തീ പോകാതിരിക്കാനുള്ള കരുതൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. കൂടുതൽ ഫയർ എഞ്ചിനുകൾ വേണ്ടി തലകറങ്ങി വീഴുന്ന ഈ പുകയിലും മറ്റും പെട്ട് അപകടം പറ്റുന്ന നിലയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും സുരക്ഷിതരാണ് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 2ഓളം പേർക്ക് നേരത്തെ തന്നെ അവിടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. 2 പേർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതാണ്. ആ പ്രതികരണങ്ങളിലും അത് ഉണ്ടായിരുന്നതാണ്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. അവരെയൊക്കെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. ജീവനക്കാരെയും സമീപത്തെ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്ന ആശങ്കപ്പെടുത്തുന്ന സ്ഥിതി തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ 2 പേർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്, ബോധരഹിതരായി മാറിയത് അത് 2 ജീവനക്കാർ ആണ് എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പുക ശ്വസിച്ചാണ് ഇവർക്ക് 2 പേർക്ക് ബോധം നഷ്ടമായത്. അതേസമയം ആളപായമില്ല എന്ന ആശ്വാസകരമായ വിവരമുണ്ട്. എല്ലാവരെയും സുരക്ഷിതരായി പുറത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്.